പി.വി. അൻവർ എം.എൽ.എയുടെ വെളിപ്പെടുത്തലോടെ വിവാദത്തിലായ മലപ്പുറം മുൻ എസ്.പി. സുജിത് ദാസിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ. എടവണ്ണ സ്വദേശിയായ എ.എസ്.ഐ. ശ്രീകുമാറിന്റെ ആത്മഹത്യ എസ്.പിയുടെ പീഡനം കാരണമാണെന്ന് ആരോപിച്ച് സുഹൃത്ത് നാസർ രംഗത്തെത്തി. അവധി പോലും നൽകാതെ മാനസികമായി പീഡിപ്പിച്ചെന്നാണ് ആരോപണം. പി.വി. അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഏറ്റവും വിവാദമായ ഒന്നായിരുന്നു മലപ്പുറം എടവണ്ണ സ്വദേശിയായ എ.എസ്.ഐ. ശ്രീകുമാറിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിഷയം. നേരത്തെ തന്നെ MSF അടക്കമുള്ളവർ ആ ആത്മഹത്യയിൽ ദുരൂഹത ആരോപിച്ച് രംഗത്ത് വരികയും ചെയ്തു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പി.വി. അൻവർ തന്നെ പറഞ്ഞ കാര്യം ആ കുടുംബത്തെ പണം നൽകിയും ഭീഷണിപ്പെടുത്തിയും മുൻ SP ആയിരുന്ന എസ് സുജിത് ദാസ് സ്വാധീനിച്ചു എന്നായിരുന്നു. അതിന് ഉതകുന്നതായ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് ശ്രീകുമാറിന്റെ സുഹൃത്ത് കൂടിയായിട്ടുള്ള നാസറിന് ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്താണ് ശ്രീകുമാർ അവസാനം കണ്ടത് സമയം നിങ്ങളോട് പറഞ്ഞത്? അതായത് നിങ്ങളൊക്കെ എത്ര സുഖത്തിലാണ് ജീവിക്കുന്നത്. നിങ്ങൾക്കൊക്കെ ഇപ്പോൾ വൈകുന്നേരമായാൽ സുഖമായിട്ട് കിടന്നുറങ്ങാമല്ലോ. എനിക്ക് എൻ്റെ ഭാര്യൻ്റെ കൂടെ വരെ ഉറങ്ങാൻ അയക്കൂല. അപ്പോൾ ഇതൊക്കെ ആരാ ചെയ്യുന്നത് എന്ന് അവനോട് ചോദിക്കുമ്പോഴേ അവൻ പറയാണ്, അതായത് ഞങ്ങളെ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. ഞാനവിടെ റബ്ബർ തോട്ടത്തിൽ കൊടുത്ത് എത്ര ആളെ മർദ്ദിച്ചിട്ടുണ്ട് എനിക്കറിയോ. അപ്പോൾ ഇത് എന്തിനാത് ചെയ്യണേ? അപ്പോൾ പ്രതികൾ ഞങ്ങളെ കൂട്ടത്തിൽ ഗുണ്ടകൾ പറഞ്ഞൊരു ടീമുണ്ടല്ലോ കൂട്ടത്തിൽ, പോലീസിൻ്റെ കൂട്ടത്തിൽ. അതാ എന്തോ എനിക്കതിൻ്റെ പേരൊന്നും അറിയില്ല. ഗുണ്ടകൾ പറഞ്ഞൊരു ടീമുണ്ട്, അവർക്കാണ് കൊടുക്കുകയാണ് പ്രതികളെ. പോലും മർദ്ദിച്ച് അവസാനമാക്കിയിട്ടാണ് കൊണ്ടുപോയിട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്യാൻ എനിക്ക് ആരോഗ്യ ബുദ്ധിമുട്ട് വന്നപ്പോൾ എനിക്ക് കഴിയാതെയായി. പറഞ്ഞിട്ടാണ് ശ്രീകുമാർ ഇങ്ങനെ മർദ്ദിച്ചിരുന്നത്. നമ്മളെ പോലീസിൻ്റെ ഇപ്പോഴത്തെ ഉന്നതമായ SP മുതൽ SP ആണ് അതിൻ്റെ കൂടുതലും. ഓനെ മദ്യപാനിയാക്കിയത് ഡിപ്പാർട്ട്മെൻറ്റാണ്. മുമ്പ് മദ്യപാനിയൊന്നുമല്ല. പലപ്പോഴും ഉദ്യോഗസ്ഥർക്ക് വഴങ്ങാത്തതുകൊണ്ട് തുടർച്ചയായി ട്രാൻസ്ഫർ അടിച്ചു. അതെ, അത് ഇഷ്ടം പോലെ. കാരണം നിലമ്പൂർ ഒരാഴ്ചയാണെങ്കിൽ കാളിയാവായിരിക്കും ഒരാഴ്ച, അല്ലെങ്കിൽ അങ്ങോട്ട് വേറെ എവിടെക്കെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ മഞ്ചേരി ആയിരിക്കും. പിന്നെ മൊത്തത്തിൽ സിവിൽ പോലീസാണല്ലോ, മറ്റേ ഡ്രസ്സ് ഉപയോഗിക്കാത്തൊരു പോലീസ് രൂപമല്ലേ. ആ രൂപത്തിലാണ് അവൻ്റെ ചിന്തകൾ ഡ്യൂട്ടി കൊടുത്തിരുന്നത്. ഡിപ്പാർട്ട്മെൻറ്റിൽ പോകാൻ ഒരു സ്വസ്ഥമായിട്ട് ജീവിക്കാനോ അവർ ആലോചിച്ചിട്ടില്ല. ബുദ്ധിമുട്ടിക്കൽ കൊണ്ട്, ഉദ്യോഗസ്ഥരുടെ പീഡനം കൊണ്ട്, അതുകൊണ്ട് തന്നെയാണ് ആത്മഹത്യ ചെയ്തത്. മരിക്കുന്ന സമയത്ത് ചില ഡയറി കുറിപ്പുകളൊക്കെ എഴുതിയത് നശിപ്പിച്ചു എന്നൊക്കെ പറയുന്നത്, നിങ്ങൾ ആ സമയത്ത് അവിടെ പോയിരുന്നു? ഞാൻ മരിച്ച് പോലീസ് വരുന്നതിൻ്റെ മുമ്പാടെ എത്തിയിട്ടുണ്ട്. മേശപ്പുറത്തൊരു വെക്കുണ്ടായിരുന്നു. ആ വെക്കുന്ന 2 പേജ് കീറി പോലീസുകാർ കയറി. താങ്കളത് കണ്ടു? കീറിനത് കണ്ടിട്ടുണ്ട്. എന്താണ് അതിൽ എഴുതിയത്? മരണക്കുറിപ്പായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങളൊക്കെ എഴുതിയിരുന്നു. ഓൻ അന്നാന്ന് നടക്കുന്നതൊക്കെ ഡിപ്പാർട്ട്മെന്റ് എന്നല്ല, ഓൻ്റെ ജീവിതത്തിൽ നടന്നതൊക്കെ ഒരു ഡയറിയിൽ അവൻ എഴുതിയിരുന്നു. ആ ഡയറി അന്ന് പോലീസ് എടുത്തിട്ടുണ്ട് അവിടുന്ന്. ആ ഡയറി പിന്നെ പുറത്തേക്ക് വന്നിട്ടില്ല. ഇതിനെ കുറിച്ച് എന്താ പറഞ്ഞിരുന്നത്? SP കുറിച്ച് ഇപ്പോഴത്തെ SP മാറാതെ ഞങ്ങൾക്ക് ആർക്കും ഒരു രക്ഷയില്ല കേട്ടോ. ഞങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ട ഒരുവിധം പോലീസുകാരൊക്കെ എന്തെങ്കിലും പോകുന്ന പറഞ്ഞാൽ. എന്തായാലും ഗുരുതരമായ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ നാസർ പറഞ്ഞത്. അഥവാ ആത്മഹത്യയ്ക്ക് ശേഷം അവിടെ എത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ ഈ ആത്മഹത്യാക്കുറിപ്പ് എന്ന് സംശയിക്കുന്ന രേഖകൾ അവിടെ നിന്ന് കീറിയെടുത്തു. മാത്രമല്ല ശ്രീകുമാർ ഡിപ്പാർട്ട്മെൻറ്റിൽ രഹസ്യങ്ങളടക്കം അല്ലെങ്കിൽ തനിക്ക് നേരിട്ട അനുഭവങ്ങളടക്കം എഴുതി വെച്ചിരുന്ന ഡയറി, എല്ലാ ദിവസവും എഴുതിയിരുന്ന ഡയറി, അതും പോലീസ് കൊണ്ടുപോയി എന്നുള്ളത് നാസർ പറഞ്ഞു. മാത്രമല്ല പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും SP സുജിത് ദാസിൽ നിന്നടക്കം ക്രൂരമായ മാനസിക പീഡനങ്ങൾ ശ്രീകുമാർ നേരിട്ടിരുന്നു. പ്രതികളെ മർദ്ദിക്കാത്തതിനടക്കം ഉന്നത ഉദ്യോഗസ്ഥർ ശ്രീകുമാറിനെ വേട്ടയാടിയിരുന്നു എന്ന് തന്നെയാണ് നാസർ വെളിപ്പെടുത്തുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തുവൂരിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, റിപ്പോർട്ടർ മലപ്പുറം. അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം എത്തുന്നു. അഷ്കർ, ഇത് എന്തൊരു ക്രൂരതയാണ് എന്ന് തോന്നിപ്പിക്കുന്നതാണ് ഇപ്പോൾ സുഹൃത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് വരുന്നത്. എടവണ്ണ സ്വദേശി എ.എസ്.ഐ. ശ്രീകുമാറിന്റെ ആത്മഹത്യയിലേക്ക് എത്തിച്ചത് മാനസിക പീഡനമാണ്, അവധി പോലും നൽകാതെയുള്ള പീഡനമാണ് എന്നല്ലേ സുഹൃത്ത് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. സുജിത് ദാസിന് ഇനി എന്ത് ന്യായമാണ് ഇക്കാര്യത്തിൽ പറയാൻ കഴിയുക? സുജിയ, തൻ്റെ കീഴുദ്യോഗസ്ഥനെ ഒരു സേനയുടെ സാങ്കേതികത്വം ഉപയോഗിച്ചുകൊണ്ട് വേട്ടയാടിക്കൊണ്ട് തന്നെ ഇല്ലാതാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2021 ജൂൺ 10 എ.എസ്.ഐ. ശ്രീകുമാർ ആത്മഹത്യ ചെയ്യുന്നത്. അതിൻ്റെ 2 മണിക്കൂർ മുമ്പാണ് അവസാനമായി ഈ നാസർ ശ്രീകുമാറിനെ കാണുന്നത്. ആ സമയത്തടക്കം പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ നാസർ റിപ്പോർട്ടറിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഗുരുതരമായ ഒരു 2-3 ആരോപണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ജീവിതത്തിലുടനീളം തന്നെ ശ്രീകുമാറിനെ SP സുജിത് ദാസ് അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ വേട്ടയാടി. അതിന് പ്രധാനപ്പെട്ട കാര്യം ഈ പ്രതികളെ മർദ്ദിക്കുന്നതായിരുന്നു വിഷയം. ക്രൂരമായ പ്രതികളെ മർദ്ദിക്കാനാണ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിരുന്നത്. അതിന് വഴങ്ങാതെ വന്നതോടെയാണ് ഉന്നത ഉദ്യോഗസ്ഥരും ശ്രീകുമാറും തമ്മിൽ ഇത്തരത്തിൽ ബന്ധം വിച്ഛേദിക്കപ്പെടുന്നതും പിന്നീട് അതൊരു വേട്ടയാടലിലേക്ക് മാറുന്നതും. രണ്ടാമതായി ശ്രീകുമാർ ആത്മഹത്യ ചെയ്ത ശേഷം പോലീസ് ഉദ്യോഗസ്ഥർ എത്തുന്നതിന് മുമ്പ് തന്നെ സുഹൃത്തായ നാസർ ആ വീട്ടിലേക്ക് എത്തിയിരുന്നു. എന്നാൽ ഈ നാസറിനെ തന്നെ സാക്ഷിയാക്കിക്കൊണ്ട്, ഇല്ലെങ്കിൽ നാസറെ കൺമുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ശ്രീകുമാറിന്റെ ഡയറിയിൽ ഉണ്ടായിരുന്ന പേജുകൾ അത് പോലീസ് ഉദ്യോഗസ്ഥർ, അഥവാ അവിടെ ആദ്യം എത്തിയ ഡാൻസ് ഓഫ്
ഉദ്യോഗസ്ഥർ കീറിക്കൊണ്ടുപോയി എന്നുള്ളതാണ് നാസർ വെളിപ്പെടുത്തുന്നത്. മാത്രമല്ല ആഭ്യന്തര വകുപ്പിലെ അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ശ്രീകുമാറിന് അറിയാവുന്ന കാര്യങ്ങൾ, എസ് പിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോടൊപ്പം ശ്രീകുമാറിൻ്റെ ജീവിതത്തിലുണ്ടായ എല്ലാ അനുഭവങ്ങളും എഴുതി വെച്ച ഒരു ഡയറി കുറിപ്പുകൾ അടങ്ങുന്ന മറ്റൊരു ഡയറി കൂടി ഉണ്ടായിരുന്നു. ആ ഡയറിയും പോലീസ് ഉദ്യോഗസ്ഥർ കൊണ്ടുപോയി. സ്വാഭാവികമായും ശ്രീകുമാറിൻ്റെ മരണത്തിന് കാരണം എന്താണ് ഉള്ളത്, ആ കാരണത്തെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥർ നശിപ്പിച്ചു എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ കൂടി നാസർ പങ്കുവെക്കുന്നുണ്ട്. അതുപോലെ പലതവണ ഇത്തരത്തിൽ എസ് പിക്ക് വഴങ്ങാത്തത് കൊണ്ട് നിരന്തരമായ ട്രാൻസ്ഫർ അടിക്കുക, അവധി പോലും നൽകാതെ മാനസികമായും ശാരീരികമായും ഈ ശ്രീകുമാറിനെ പീഡിപ്പിച്ചിരുന്നു എന്നുള്ള ഗുരുതര വെളിപ്പെടുത്തലുകളും ഇപ്പോൾ നാസർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ഒരു അന്വേഷണം നടത്തണം എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. സുജയ. ഓക്കെ, അഷ്കർ അലി കരിമ്പയാണ് വിവരങ്ങൾ നൽകിയത്. ആത്മഹത്യാക്കുറിപ്പടക്കം പോലീസ് നശിപ്പിച്ചു എന്നാണ് ശ്രീകുമാറിന്റെ സുഹൃത്ത് നാസർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഗുരുതരമായ ആരോപണമാണ് മലപ്പുറം മുൻ SP സുജിത് ദാസിനെതിരെ ഉയരുന്നത്.